ഞാൻ എയർപോർട്ടിലേക്ക് പോവാണ്. മക്കളൊക്കെ വെയിറ്റിംഗ് ആണ്. എവിടെ? വീട്ടിലാണ്. ഇപ്പം നേരെ ധർമ്മശാല, അവിടെ നിന്ന് ഡൽഹി, ഡൽഹിയിൽ നിന്ന് ഗോവ, ഗോവയിൽ നിന്ന് കൊച്ചി, അവിടെ നിന്ന് വീട്ടിൽ. മക്കൾ ഓടി വരാൻ പറഞ്ഞേക്കുക. എൻ്റെ 2 വഴക്കൊക്കെ കേൾക്കാൻ കൊതിയായെന്ന് പറഞ്ഞു. എൻ്റെ കെട്ടിയവൻ അതിലപ്പുറം. ഞങ്ങൾ കണ്ടാക്കിയിരിമ്പ്, പക്ഷെ കാണാതിരിക്കാൻ പറ്റില്ല. പാവമാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് കാണാം. പോണേൻ്റെ വിശേഷം പറയാം കേട്ടോ, കാണിക്കാം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ബ്രെഡും ഓംലേറ്റും മാത്രമാണ് കഴിക്കുന്നുള്ളൂ. ഹെവി ഒത്തിരി കഴിക്കുന്നില്ല രാവിലെ. എന്താണല്ലോ യാത്ര ചെയ്യണേലേ, തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ പണിയൊന്നും കിട്ടണ്ടെന്ന് വിചാരിച്ചാൽ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വന്നെ റൂമിൽ നിന്ന് ഞാൻ കോഫി കുടിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ ബ്രെഡ് ആൻഡ് ഓംലേറ്റ് മാത്രമാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ തന്നെയായി ഷീബ പോയി. ഷീബയുടെ ഫ്ലൈറ്റ് 8:30-ക്കാണ്. അപ്പോൾ ഷീബ പോയി എയർപോർട്ടിലേക്ക്. അപ്പോൾ ഞാൻ തന്നെയേ ഉള്ളൂ. ഞാൻ ഡ്രൈവറെ ടാക്സി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 8:30 ആകുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം 7:45 ആയി. അപ്പം ഞാൻ ഫുഡും കഴിച്ച് 8:30 ആകുമ്പോൾ ഇവിടുന്ന് ടാറ്റാ ബൈ ബൈ. എയർപോർട്ട് ചെക്കിങ് കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പക്ഷേ അതിനകത്തൊരു സംഭവം ഉണ്ടായി. ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചപ്പം കിലോ കൂടിപ്പോയി. 3 കിലോ മുകളിൽ കൂടുതലായി. പക്ഷേ സംഭവം എന്നോട് നല്ല പൈസ അടിക്കാൻ പറഞ്ഞു. എന്നോട് അറൗണ്ട് ഒരു 3000 അടിക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ ആ മെഡലങ്ങ് എടുത്തങ്ങ് കാണിച്ചു കൊടുത്തില്ലേ. മെഡലെടുത്ത് കാണിച്ചു കൊടുത്തു. ഇന്ത്യൻ ടീമിൻ്റെ ഇത് കാണിച്ചു. ഞാൻ ഇൻ്റർനാഷണൽ മെഡലിസ്റ്റാണെന്ന് പറഞ്ഞു. ഇതൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴത്തേനും അതിൽ നിന്ന് എസ്കേപ്പായി. അതാണ് സ്പോർട്സുകാരൊരു ഗുണം. നമുക്ക് ഇന്ത്യക്ക് വേണ്ടി ചെയ്യണതിൻ്റെ ഒരു ഗുണം ഇതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എസ്കേപ്പ് ചെയ്ത് ഇവിടെ വന്നേക്കുവാണ്. സ്പൈസ് ജെറ്റാണ്. ഇവിടെ എയർപോർട്ട് വളരെ ചെറുതാണ്. ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ചെറുതാണ്. ആകെ ഗേറ്റ് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് ഇത്രയും വെയിറ്റ്. എൻ്റെ ലഗേജും ഹാൻഡ് ബാഗും ഒക്കെ ചെക്ക് ചെയ്ത്. അപ്പം ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇതാണ് എയർപോർട്ട്. ഗേറ്റ് 1ലാണ് നിൽക്കുന്നത്. എയർപോർട്ടുണ്ടോ? ഭയങ്കര ചെറുതെന്ന് വെച്ചാൽ ഭയങ്കര ചെറുത്. നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട് പോലെ.